പ്രമേഹം എന്ന സിനിമയുടെ 5ാം ദിവസമായ തിങ്കളാഴ്ചത്തെ കളക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ 4 ദിവസത്തെ കളക്ഷൻ നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ ലാസ്റ്റ് ചെയ്ത സൺഡേ കളക്ഷൻ, അതായത് ഞായറാഴ്ചത്തെ കളക്ഷന്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തത് ഈ ഒരു സിനിമ തിങ്കളാഴ്ച മുതൽ വീഴും, തിങ്കളാഴ്ച മുതൽ ഈ ഒരു സിനിമക്ക് കളക്ഷൻ കിട്ടില്ല, ഇതുവരെ കിട്ടിയ കളക്ഷൻ മാത്രമേ ഈ ഒരു സിനിമക്ക് കളക്ഷൻ ആയിട്ട് പറയാൻ പറ്റുള്ളൂ, തിങ്കളാഴ്ച സിനിമ വീണിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല വിധത്തിലുള്ള കമന്റുകളും ആ ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ബ്രഹ്മയുഗം എന്ന സിനിമ ഒരു വലിയ വിജയമായി തീരുന്നത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ കമന്റിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. കാരണം ഏതൊരു മലയാളിയും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ബ്രഹ്മയുഗം. ആ ഒരു സിനിമ വലിയൊരു വിജയമാവാന് നമ്മൾ മലയാളികൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിൽ എന്തൊക്കെയോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ എന്തായാലും അവരെ നിരാശരാക്കിക്കൊണ്ടാണ് 5 ദിവസമായ തിങ്കളാഴ്ചത്തെ കളക്ഷൻ നമ്മൾ പുറത്തുവിടാൻ പോകുന്നത്. ഏകദേശം ഈ ഒരു സിനിമ 5 ദിവസം കളക്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ 4 ദിവസത്തെ കളക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും സാധാരണയായിട്ട് ഒരു വലിയ സിനിമ അല്ലെങ്കിൽ ഒരു വിജയിച്ച സിനിമ തിങ്കളാഴ്ച ദിവസങ്ങളിൽ കളക്ഷനിൽ വൻ ഇടിവാണ് സംഭവിക്കുക. കാരണം ശനിയും ഞായറും ഗംഭീര കളക്ഷൻ ആയിരിക്കും സിനിമകൾക്ക് ലഭിക്കുക. അത് ഒഴിവ് ദിവസം ആയതുകൊണ്ട് പിന്നീടുള്ള തൊട്ടടുത്ത വർക്കിംഗ് ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ച സിനിമയ്ക്ക് കളക്ഷൻ ഇടിയാൻ ഏറെ സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും അങ്ങനെ കമന്റ് ഇടാൻ കാരണം. പക്ഷേ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കളക്ഷൻ തന്നെയാണ്. കാരണം ഏകദേശം ഈ ഒരു സിനിമ തിങ്കളാഴ്ച മാത്രം കളക്ട് ചെയ്തിട്ടുള്ളത് 1,65,00,000 രൂപയ്ക്ക് മുകളിലാണ്. ഈ ഒരു സിനിമ വർക്കിംഗ് ഡേ ആയിട്ടുള്ള ഈ ഒരു മൺഡേ ദിവസം 1 കോടി പോലും തികയില്ല എന്നാണ് ആളുകൾ ഉദ്ദേശിച്ചത്. പക്ഷെ 1 കോടി, 1.5 കോടിക്ക് മുകളിലാണ് ഈ ഒരു സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അത് വലിയൊരു വിജയമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. തുടർന്നും ഈ ഒരു കളക്ഷൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം താമസിയാതെ 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു സിനിമ 50 കോടി ക്ലബിലേക്ക് പോകുമെന്നുള്ള കാര്യം തീർച്ച. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമ മമ്മൂക്കയുടെ തന്നെ കരിയറിലെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് മാറുകയാണ്. അത് മറ്റുള്ള ചില ആളുകൾക്ക് ചിലപ്പോൾ കണ്ണുകടിയും കല്ലുകടിയായിട്ട് തോന്നും. പക്ഷെ എങ്കിൽ കൂടി അത് നമ്മൾ അംഗീകരിച്ച് പറ്റുള്ളൂ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറക്കിയിട്ട്, ഒരു പരീക്ഷണ ചിത്രം ഇറക്കിയിട്ട് അത് മമ്മൂക്കയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് മലയാളികൾ അംഗീകരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഗംഭീര കളക്ഷൻ നേടാൻ കഴിയട്ടെ, 100 കോടി ക്ലബിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.